നമസ്തേ. ജ്യോതിഷം വീഡിയോകളിൽ നമ്മൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ എന്ന ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞു. ഏകദേശം ചെറിയ വിശദമായ രൂപത്തിലേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് വ്യാഴത്തിനെ കുറിച്ച്. വ്യാഴം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. എല്ലാ തരത്തിലും ശുഭപ്രകാശം തരുന്ന ഒരു ശുഭഗ്രഹമാണ്. ശുഭകാരകത്വങ്ങളാണ്. ജീവകാരകത്വമായിട്ട് സന്താനകാരകത്വവും ജഡകാരകത്വം എന്ന് പറയുന്നതിൽ ശുഭത്വമായിട്ട് ധനകാരകത്വവും തരുന്ന ഒരു ശുഭഗ്രഹം. ആകാശത്തിന്റെ കാരകനാണ്. പഞ്ചഭൂതങ്ങളിൽ ആകാശകാരകനാണ്. വ്യാഴം പ്രധാനമായിട്ടും എല്ലാ രീതിയിലും നന്മ തരും എന്നാണ് നമ്മളെല്ലാം കേട്ട് കാണാം. മിക്കവാറും ഒരു തെറ്റിദ്ധാരണയാണ് ശുക്രദശയാണ് വളരെ നല്ലതാണ്, ഗുരുദശയാണ് വളരെ നല്ലതാണ് എന്നിത്യാദി രൂപത്തില് പല ജ്യോതിഷികളും അല്ലെങ്കിൽ പല ആളുകളും, ജ്യോതിഷം അറിയാത്ത ജ്യോതിഷികൾ എന്ന് പറഞ്ഞുകൂടാ, നോർമലായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കും. നമ്മൾ ശുക്രദശയാണ് വളരെ നല്ല ദശയാണ്, നന്നാവും, ഗുരുദശയാണ് വളരെ നല്ലതാണ്, നന്നാവും എന്ന രൂപത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഗുരുവും ശുക്രനുമുണ്ട്. ദശ വരുമ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ദശ വരുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും പോലെ തന്നെ ശുക്രനും അതുപോലെ തന്നെ ഗുരുവും ദോഷവും തരുന്നതാണ്. ദശ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആധിപത്യ ഫലങ്ങൾ, കാരകത്വത്തിന്റെ ഒപ്പം ആധിപത്യ ഫലങ്ങളും പൂർണ്ണമായിട്ട് തരുന്നതാണ് ദശകളിൽ. ഒരു ദശ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വ്യാഴദശയാണെങ്കിലും ബുധദശയാണെങ്കിലും ശുക്രദശയാണെങ്കിലും ഏത് ദശയാണെങ്കിലും ആ ദശ നമുക്ക് ഗ്രഹം തരുന്നത് ആധിപത്യത്തിന്റെ ഫലങ്ങളാണ്. അത് ദശ തുടക്കത്തിൽ തന്നെ വന്ന ഉടൻ തരുന്നത് ജീവകാരകത്വം ചേർന്ന ഗുണങ്ങളായിരിക്കും. ഇപ്പൊ വ്യാഴദശ വന്നു, നല്ല പ്രായത്തിൽ വന്നു, ഓരോ പ്രായമുണ്ട്. നല്ല പ്രായത്തില് വിവാഹം കഴിഞ്ഞ് വളരെ നല്ലൊരു പ്രായത്തില് ഒരു സമയത്ത് ഒരു 25-നും 30-നും അല്ലെങ്കിൽ 35-നും അല്ലെങ്കിൽ 25 to 40 ഇടയ്ക്കൊക്കെയാണ് വ്യാഴദശ വരുന്നതെങ്കിൽ ആ വ്യാഴദശ സന്താനകാരകത്വമായതുകൊണ്ട് തന്നെ വിവാഹം, സന്താനം, മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും തരും. അപ്പൊ ആധിപത്യമാണ് എന്ത് തരുന്നത്? ദശയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ദശ അല്ലെങ്കിൽ ദശയുടെ നാഥനായിട്ടുള്ള ഏത് ഗ്രഹവും, ശുക്രനാണെങ്കിലും ശരി ഗുരുവാണെങ്കിലും ശരി, അത് ആധിപത്യത്തിനനുസരിച്ച് ദോഷം തരും. എന്ന് പറഞ്ഞാൽ ഗുരു ദശ വന്നു കഴിഞ്ഞാൽ ശുഭം മാത്രമല്ല, നല്ലത് മാത്രമല്ല, ദോഷവും ചെയ്യും. മരണം വരെ തരും. മരണത്തിലേക്കാൾ വലിയ ദോഷമില്ലല്ലോ. മരണം വരെ ചെയ്യാൻ ഗുരു തയ്യാറാണ്. കാര്യം ഗുരുവിന്റെ ദശ ആധിപത്യാധിഷ്ഠിതമായിട്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു രീതിയിൽ ദോഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ 6-8 ബന്ധം വരുന്ന ഗ്രഹത്തിന്റെ ദശ. അപ്പൊ ഏത് ഏത് ലഗ്നം ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ഗുരുവിന്റെ ദശ എന്ന് പറയുമ്പോൾ ഏത് ലഗ്നം ആയിക്കോട്ടെ, ഏത് ലഗ്നമാണെങ്കിലും, ഇപ്പൊ മേടലഗ്നം ഉദാഹരണത്തിന് പറയാം. മേടലഗ്നത്തിന് എങ്ങനെയുള്ള ഗുരുവാണ് ദോഷം തരിക എന്ന്. മേടലഗ്നം ആദ്യം ഒരു കാര്യം പ്രധാനമാണ്. ഏത് ദശ വന്നാലും ഏത് വിഷയം വന്നാലും ലഗ്നാധിപന്റെ ശുഭത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേടലഗ്നത്തില് ആദ്യം തന്നെ ലഗ്നാധിപനായ ചൊവ്വയാണ് നമ്മൾ നോക്കേണ്ടത്. ചൊവ്വ കെട്ടുപോയിട്ടുണ്ടാവണം. ചൊവ്വ മേടലഗ്നത്തിന് ഉദാഹരണത്തില് മേടലഗ്നത്തിന് കന്നിയിൽ ചൊവ്വ വരിക. ചൊവ്വ കിടണമെങ്കിൽ കന്നിയിൽ ഒറ്റയ്ക്ക് നിന്നാൽ പോരാ. ഒന്നുകിൽ രാഹു കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ശനി കൂടെ ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ ഉണ്ടാവുക. ശനി രാഹു ബന്ധം ലഗ്നാധിപന് വരിക. അപ്പൊ ലഗ്നാധിപൻ കെട്ടുപോയി. ഈ ദോഷം അനുഭവിക്കണമെങ്കിൽ, ദശയുടെ ദോഷം പൂർണ്ണമായിട്ടും അനുഭവിക്കണമെങ്കിൽ ലഗ്നാധിപൻ കെട്ടുപോകണം. ദോഷവശങ്ങൾ ഏത്
ലഗ്നാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ലഗ്നാധിപൻ മോശമായാൽ മാത്രമേ, അല്ലെങ്കിൽ ലഗ്നാധിപൻ അവസ്ഥക്കുറവുണ്ടായാൽ മാത്രമാണ് ദോഷവശങ്ങൾ ജാതകത്തിൽ അനുഭവിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് വഴിയുണ്ടാവില്ല. ലഗ്നാധിപൻ പൂർണ്ണമായിട്ടും കുറഞ്ഞ രീതിയിലെങ്കിലും കെട്ടുപോകണം. അല്ലെങ്കിൽ നമുക്കിപ്പോ 6-ാം ഭാവാധിപന്റെ ദശ അല്ലെങ്കിൽ 8-ാം ഭാവാധിപന്റെ ദശയാണ് വരുന്നത്, നമുക്ക് നഷ്ടം വരും. അപ്പൊ ഒരു കടം 6-ാം ഭാവാധിപനാണ്, അല്ലെങ്കിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ്, അതിന്റെ ദശ വരികയാണെന്ന് വെക്കാം. ആ ദശയിൽ നമുക്ക് കടം വരും. കടം എത്ര വരും? ലഗ്നാധിപൻ എത്ര കണ്ട് ശുഭത്വം ഉണ്ടോ അതിനനുസരിച്ചാണ് കടം. ഇപ്പൊ ലഗ്നാധിപൻ ശുഭനാണ്, ലഗ്നാധിപൻ നല്ല അവസ്ഥയിലാണ്, നല്ല ലഗ്നാധിപന് ഗുരുബന്ധം അല്ലെങ്കിൽ ശുക്രബന്ധം ശുഭഗ്രഹ ബന്ധമുണ്ട്, അങ്ങനെയാണെങ്കിൽ ലഗ്നാധിപന്റെ ബലം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന കടം വരും. 1,00,000 രൂപ കടം വരും, 5 ലക്ഷം രൂപ അതായത് താങ്ങാൻ പറ്റുന്നതായിരിക്കും, 10 ലക്ഷം രൂപ അതായത് താങ്ങാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ കോടിക്കണക്കിന്, അതായത് ലഗ്നത്തിന് മോശത്തിനനുസരിച്ച് ഈ 1,00,000 രൂപ പോലും താങ്ങാൻ പറ്റാത്ത ചില ആളുകളുണ്ടാവും. അവർക്ക് ലഗ്നാധിപൻ തീരെ മോശമായിരിക്കും, പിച്ചക്കാരനെ പോലെ ആക്കിക്കളയും. അപ്പൊ അവർ ജീവിതത്തിൽ 1,00,000 രൂപ ഒരിക്കലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു 10 ലക്ഷം രൂപ കടം വരിക, അവരുടെ വീട്, അവരുടെ വസ്തുതകള്, സ്വർണം പോലെയുള്ള സാധനങ്ങളൊക്കെ കടത്തിൽ നഷ്ടപ്പെട്ടു പോവുക, ഇതൊക്കെ വരണമെങ്കിൽ ലഗ്നാധിപന് ബലം ഇല്ലാതെ വരണം. ഏത് ദശ വന്നാലും 6-8 ഭാവാധിപന്റെ ഭാവബന്ധം വരുന്ന ഗ്രഹങ്ങളുടെ ദശ വരുമ്പോൾ പാപത്വമുണ്ടെങ്കിൽ, 6-8 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പാപത്വമുണ്ടെങ്കിലും അവർക്ക് ദോഷം തരാൻ യോഗമുണ്ടെങ്കിലും ആ ദോഷം പൂർണ്ണമായി അനുഭവത്തിൽ വരണമെങ്കിൽ ലഗ്നാധിപൻ കെട്ടിരിക്കണം. അപ്പോൾ മേടലഗ്നത്തിന് ലഗ്നാധിപനായ ചൊവ്വ 6-ല് മറിഞ്ഞ് രാഹുവിന്റെ കൂടെ രാഹു നിന്നു. അതേസമയം 8-ല് ഗുരു നിന്നു. 8-ല് ഗുരു നിന്നു. ചൊവ്വയ്ക്ക് രാഹുബന്ധമല്ല ശനി ബന്ധം എന്ന് വയ്ക്കാം. 8-ല് ഗുരു നിന്നു. 8-ല് എന്ന് പറയുന്നത് വൃശ്ചികത്തിലെ ഗുരു. മേടലഗ്നം, 6-ല് ചൊവ്വ, കൂടെ ശനി, 8-ല് ഗുരു. ഇവിടെ 2 കാര്യമാണ് നോക്കേണ്ടത്. ഗുരു 8-ല് നിന്നത് മറഞ്ഞു നിന്നു. ഒന്ന്, ഈ ഗുരുവിനെ ശനി നോക്കി പാപത്വം വന്നു. ആ ഗുരുവിന്റെ കൂടെ രാഹു ഉണ്ട്. അപ്പൊ എങ്ങനെയുള്ള ശനിയാണ് നോക്കുന്നത്? ചൊവ്വയുടെ യോഗം ചെയ്ത, 6-ൽ നിന്ന് ചൊവ്വായോഗം ചെയ്ത ശനിയുടെ ദൃഷ്ടി ആർക്ക് വന്നു? ഗുരുവിന് വന്നു. ഗുരുവിന്റെ കൂടെ രാഹു ഉണ്ട്. അപ്പൊ കേതു 2-ലുണ്ടാവും. അങ്ങനെ ഗുരുവിന് രാഹു എന്ന ഗ്രഹത്തിന്റെ, അത് ഒരു 4 ഡിഗ്രി അല്ലെങ്കിൽ 8 ഡിഗ്രിയുടെ ഉള്ളിലുള്ള ബന്ധം വരണം. ഗുരു വന്നിട്ട് 8 ഡിഗ്രിക്ക് അകത്ത് ഉണ്ടാവുക, ശനി വന്നിട്ട് ഒരു 4 ഡിഗ്രി അല്ലെങ്കിൽ 8 ഡിഗ്രിക്ക് ഉള്ളിൽ നിന്നിട്ട്, അതായത് ഗുരുവിന്റെ ഡിഗ്രി ഇപ്പൊ 10 ഡിഗ്രിയിലാണ് ഗുരു നിൽക്കുന്ന രാശിയിൽ നോക്കിയാൽ, അവിടെ തന്നെ ആ രാഹു വന്നിട്ട് 14 ഡിഗ്രിയോ 15 ഡിഗ്രിയോ 18 ഡിഗ്രിയുടെ ഉള്ളില്, അല്ലെങ്കിൽ 4 ഡിഗ്രി അല്ലെങ്കിൽ 10 ഡിഗ്രിയുടെ അടുത്ത് 8 ഡിഗ്രിക്ക് ഉള്ളിൽ രാഹു നിൽക്കുക, പ്ലസ് ശനി വന്നിട്ട് ഇപ്പുറത്ത് 10 ഡിഗ്രിയിൽ നിൽക്കുക അല്ലെങ്കിൽ 12 ഡിഗ്രിയിൽ നിൽക്കുക, അവിടെ കൂടെ ചൊവ്വ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഗുരുദശ സർവനാശം വരുത്തും. അഷ്ടമബന്ധമാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവാണ്. പറയുമ്പോൾ 9-ാം ഭാവാധിപനാണ്, പക്ഷെ 9-ന്റെ 12-ലാണ്. വേറൊന്ന് നോക്കണം, 12-ാം ഭാവാധിപത്യ വിലയെ തരുള്ളൂ. കാര്യം 9-ാം ഭാവാധിപനായ ഗുരു ധനുവിന്റെ 12-ാം ഭാവമായ വൃശ്ചികത്തിൽ നിന്നിട്ട് വൃശ്ചികനാഥൻ 6-ല് പാപത്വത്തോടു കൂടി ശനിയോഗത്തോടു കൂടി നിന്ന്, അവിടെ പാപനാണ്, ശനിയോഗം ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ബുധൻ, സൂര്യൻ, ശുക്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുക. അതായത് ശനിയും ചൊവ്വയും നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ നാഥനായ ബുധൻ, അതായത് ലഗ്നാധിപന് വീട് കൊടുത്ത ബുധൻ നേരെ 12-ല് നിന്നിട്ട് നീചനായി നിൽക്കുക. ഇങ്ങനെയൊക്കെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാല്, അതായത് പാപത്വം എത്ര വർദ്ധിക്കുന്നു, ഗുരുവിന്റെ പാപത്വം വർദ്ധിക്കുകയാണ്. ഗുരുവിന് എങ്ങനെയാ പാപത്വം വർദ്ധിക്കുന്നത്? ശനിയുടെ ദൃഷ്ടി വന്നു, അതേപോലെ തന്നെ ഗുരുവിന്റെ കൂടെ രാഹു നിന്നു,
അഷ്ടമസ്ഥിതി വന്നു. അഷ്ടമസ്ഥിതി എന്ന് പറയുമ്പോൾ 9-ാം ഭാവാധിപൻ 8-ൽ നിന്ന് കഴിഞ്ഞാൽ 9-ാം ഭാവത്തിന് ഒരു ബലവും കൊടുക്കാതെ നേരെ 9, 12 ഭാവാധിപനാണ്. പക്ഷെ 12-ാം ഭാവത്തിന് മാത്രം ബലം കൊടുത്തുകൊണ്ട് കുറഞ്ഞ ഭാവത്വം 12-ാം ഭാവമാണ്. 6, 8 പൂർണ്ണഭാവത്വമാണ്. അപ്പോൾ 6, 8 ബന്ധങ്ങൾ വന്നുകൊണ്ട് തുടർച്ചയായിട്ട് ലഗ്നാധിപൻ 6-ൽ നിൽക്കുക. ലഗ്നാധിപൻ ശനി ബന്ധം, ലഗ്നാധിപൻ പാപൻ. ലഗ്നാധിപൻ നിൽക്കുന്ന ഗ്രഹം, ലഗ്നാധിപന് വീട് കൊടുത്ത ബുധൻ നീചനായിട്ട് 12-ല്. അതായത് ലഗ്നാധിപന് ബലേ ഇല്ല എന്നർത്ഥം. ലഗ്നാധിപന് വീട് കൊടുത്ത ബുധൻ നീചനാവുക. അവിടെ കൂടെ സൂര്യനും ശനി ദൃഷ്ടിയിലെ സൂര്യൻ എല്ലാം. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയില്ല. ഈ ദശ, ഇതിന് ഗുരുവിന്റെ ദശ വരണം. ഗുരുവിന്റെ ദശ വരണമെങ്കിൽ ചന്ദ്രൻ അതിനനുസരിച്ച് വരണം. ചന്ദ്രനനുസരിച്ച് വന്നാലാണ് ഗുരുദശ വരുള്ളൂ. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ ഗുരുവിനെ നോക്കുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല. ചന്ദ്രകേന്ദ്രത്തിൽ ഗുരു വരാൻ പാടില്ല. ഗുരുവിന്റെ കേന്ദ്രത്തിലൊന്നും ദിഗ്ബലം ചെയ്തിട്ടൊന്നും ഇതിനും വരാൻ പാടില്ല. ഏകദേശം നമുക്ക് ചന്ദ്രന്റെ നക്ഷത്രം, അതായത് ചന്ദ്രൻ നക്ഷത്രകാരകനായതുകൊണ്ട് ദശ കൃത്യമായിട്ട് ഒരു 30 വയസ്സിലൊക്കെ ഗുരുദശ വരുന്ന പോലെ 30 വയസ്സൊക്കെ വരണമെങ്കിൽ ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ അങ്ങനെ പോണം. ചന്ദ്രൻ ഒരു 5 വർഷമെങ്കിലും കിട്ടി, ഒരു 7 വർഷം 12 വയസ്സ് വരെ ചൊവ്വ കിട്ടി. അത് കഴിഞ്ഞ് ഒരു 18 കൊല്ലം, 12, 20, 10, 30 വയസ്സ് അങ്ങനെ കിട്ടണം. 5 വയസ്സ് വരെയെങ്കിലും ചന്ദ്രദശ കിട്ടുമ്പോഴാണ് എന്തു വരുള്ളൂ. ഇപ്പൊ തിരുവോണ നക്ഷത്രത്തിലൊക്കെ വരികയാണെങ്കിലാണ്, തിരുവോണ നക്ഷത്രത്തിൽ ചന്ദ്രൻ നിന്നു, അങ്ങനെയാണെങ്കിൽ തിരുവോണ പകുതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് വരെ ചന്ദ്രദശ വരും. അത് കഴിഞ്ഞ് 12 വയസ്സ് വരെ ചൊവ്വാദശ. അത് കഴിഞ്ഞ് 18 കൊല്ലം 30 വയസ്സ് വരെ രാഹു കഴിഞ്ഞു വരുന്ന സൂര്യൻ, രാഹു കഴിഞ്ഞു വരുന്ന ഗുരു. 16 വർഷം ഈ ജാതകനെ പെടുത്താത്ത പാടുകൾ ഉണ്ടാവില്ല, അത്ര ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പൊ മേടലഗ്നാണ്, 9-ാം ഭാവാധിപനാണ്, സർവഗുണങ്ങളും തരേണ്ടവനാണ്. പക്ഷേ എന്നാലും ചില ജാതകങ്ങൾക്ക് ഗുരു ദോഷം ചെയ്യും. അപ്പൊ ഒരു സമയത്തും ഗുരുദശ വന്നു വളരെ സുഖമാണ് എന്ന് എപ്പോഴും ചിന്തിക്കരുത്. ഗുരു ദോഷം ചെയ്യുന്ന ജാതകങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഇതിനേക്കാൾ ദോഷം ചെയ്യുന്ന, അപ്പൊ ഗുരു ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ, കാര്യം ശനിയുടെ ബാധ വന്നു, ശനിയാൽ ബാധിക്കപ്പെട്ടു, രാഹുവിനാൽ ബാധിക്കപ്പെട്ടു. ഇതേ സമയം തന്നെ ഗുരു ദോഷം ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ലഗ്നാധിപന് ബലവും ഉണ്ടാവാൻ പാടില്ല. എന്ത് ദശ വന്നാലും ശരി, എന്ത് സംഭവം വന്നാലും ലഗ്നാധിപന് ബലം ഉണ്ടെങ്കിൽ ഫലം നമ്മൾ നോക്കിയിട്ട് വേണം പറയാൻ. ലഗ്നാധിപൻ ബലവാനാണെങ്കിൽ അയാൾ റോട്ടിലെത്തിയിട്ടുണ്ടാവില്ല. അയാൾ അത്യാവശ്യം കടമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ അയാൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അടുത്ത ദശയിൽ അയാൾ ശരിയാക്കും, അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള കടയുണ്ടാവുള്ളൂ. ഇടവ ലഗ്നം. പിന്നെ ഈ ഗുരുവിന് പ്രധാനമായിട്ടും മേടം ശരിക്കും പറഞ്ഞാൽ 9-ാം ഭാവാധിപത്യം വരുന്നതുകൊണ്ട് തന്നെ യോഗഗ്രഹമായിട്ട് വരുന്നൊരു ലഗ്നമാണ് മേടം. പക്ഷെ ഇടവ ലഗ്നവും തുലാലഗ്നവും അവയോഗ ലഗ്നവുമാണ്. പൂർണ്ണ നാശവും തരുന്ന ലഗ്നങ്ങളാണ് ഗുരുദശയിലെ. ഇടവ ലഗ്നത്തിന് ഗുരുദശ വന്നു. ഇടവ ലഗ്നത്തിന്റെ ലഗ്നാധിപനായ ശുക്രൻ 5-ാം ഭാവത്തിൽ നീചം ചെയ്തു മറഞ്ഞു നിന്നു. അതേസമയം ബുധൻ ചിങ്ങത്തിൽ നിന്നു. ഗുരു 6-ാം ഭാവത്തില് തുലാരാശിയിൽ നിന്നു. ഇവിടെ അഷ്ടമാധിപനായ ഇടവ ലഗ്നത്തിന്റെ അഷ്ടമാധിപനായ ഗുരു അഷ്ടമത്തിൽ നിന്നാലും ദോഷമാണ്, 6-ൽ നിന്നാലും എവിടെ നിന്നാലും ബന്ധപ്പെട്ട് അഷ്ടമാധിപനായതുകൊണ്ട് തന്നെ ആധിപത്യ ദോഷം ഗുരു ചെയ്യും എന്നുള്ളതാണ്. ഇടവ ലഗ്നത്തിന് അഷ്ടമാധിപത്യ ഫലമാണ്. അപ്പൊ ശുഭത്വം അല്ല, പാപത്വമാണ്. ഇവിടെ ലഗ്നാധിപനും പാപത്വം വരും. ലഗ്നാധിപൻ നീചനായി നിൽക്കുക. ലഗ്നാധിപന് ബലമില്ല, നീചനാണ്. കൂടെ രാഹു ഉണ്ട്. ശുക്രൻ നീചനായി കന്നിയിൽ നിന്നു, അതിന്റെ കൂടെ രാഹു ഉണ്ട്. ബുധൻ തുലാത്തിൽ വന്നു. തുലാത്തിൽ നിൽക്കുന്ന ഗുരുവിനെ, ബുധനല്ല ഗുരു, 6-ൽ നിൽക്കുന്ന ഗുരുവിന്റെ ദശ വരുന്ന സമയത്ത് ഈ ഗുരുവിന്റെ കൂടെ, അല്ലെങ്കിൽ ഗുരുവിനെ ശനിയുടെയോ ചൊവ്വയുടെയോ ദൃഷ്ടി രണ്ടും കൂടി ഒന്നിച്ച് ദൃഷ്ടിയോ യോഗോ ചെയ്യാൻ പാടില്ല. ശനിയുടെ ദൃഷ്ടി വന്നു. ഇപ്പോൾ എക്സാമ്പിൾ വന്നിട്ട് ചിങ്ങത്തിൽ നിൽക്കുന്ന ശനി 3-ാം ദൃഷ്ടി കൊണ്ടും, കർക്കിടകത്തിൽ നീചം ചെയ്ത് നിൽക്കുന്ന ചൊവ്വ 4-ാം ദൃഷ്ടി കൊണ്ടും ഈ ഗുരുവിനെ നോക്കിയാൽ, അല്ലെങ്കിൽ ഗുരുവിന്റെ കൂടെ രാഹു വന്നാൽ
രാഹു ഇവിടെ ശുക്രന്റെ കൂടെ പറഞ്ഞു. അത് സ്ഥിതിക്ക് നമുക്ക് ശനിയുടെയും ചൊവ്വയുടെയും അതുപോലെ അമാവാസി ചന്ദ്രൻ സൂര്യൻ അതാവാം. കാര്യം സൂര്യൻ ശുക്രന്റെ കൂടെ വന്നിരിക്കുന്ന ഗ്രഹം ആയതുകൊണ്ട് തുലാരാശിയിലെ സൂര്യനും അതുപോലെ ചന്ദ്രനും അമാവാസി ചന്ദ്രനും സൂര്യനും പാപത്വം വന്നു. അങ്ങനെ ഗുരുവിന് വന്നു കഴിഞ്ഞാൽ ഈ ഗുരുവിന്റെ ദശ എത്ര നമ്മളെ പാപത്വം കൂടുന്നു അതിനനുസരിച്ച് ദശാദോഷം കൂടും. എത്ര ലഗ്നബലം കുറയുന്നു അത്രയും നമുക്ക് ദശാദോഷം കൂടും. അങ്ങനെയാണ് ജാതകം. ഇതേ സമയം ശുക്രൻ വേറൊരവസ്ഥയിലാണ്, ശുഭസ്ഥാനത്താണ്, അല്ലെങ്കിൽ 4-ലാണ്, ചിങ്ങത്തിലാണെന്നൊക്കെ. ഇടവ ലഗ്നത്തിന് 4-ല് 5-ല് നിൽക്കുന്നത് പോലെയല്ല. 4-ല് നിൽക്കുമ്പോൾ ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദിഗ്ബലം വന്നു, അവസ്ഥ മാറി. 5-ല് നീചത്വം മാത്രമല്ല, കൂടെ രാഹു വന്നു, പാപത്വം വന്നു. അങ്ങനെ പാപനായ നീചം ചെയ്ത് വീണ്ടും രാഹുബന്ധം വന്ന് പാപനായ ലഗ്നാധിപനുള്ള ഇടവ ലഗ്നത്തിന് ഗുരുദശ വരുമ്പോ ആ ഗുരു 6-ല് നിന്ന് അമാവാസി ചന്ദ്രന്റെ കൂടെ സൂര്യന്റെ കൂടെ മൗഢ്യം ചെയ്ത് ശുക്രൻ, അതായത് തുലാത്തിന്റെ നാഥനായ ശുക്രൻ നീചം ചെയ്ത്, അതേസമയം തന്നെ ബുധൻ ചിങ്ങത്തിൽ നിന്ന് ശനി കൂടെ നിന്ന് ശനിയുടെ ദൃഷ്ടി വാങ്ങിച്ച ഗുരു, അതേസമയം ചൊവ്വയുടെ കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി ഗുരു വാങ്ങിച്ചാൽ, ഒരു ദൃഷ്ടി മാത്രമല്ല 2 ദൃഷ്ടിയും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ, ഈ ഇത്രയും പാപത്തിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ജാതകന് ഇല്ലാതാക്കും. രോഗം, ദുരിതം, അത് പ്രായത്തിനനുസരിച്ചാണ്. രോഗം വരുന്നതാണെങ്കിൽ എപ്പോഴാണ്? വയസ്സുകാലത്ത് 40-ന് ശേഷം വരുന്നതാണ് ഗുരുദശ എന്ന് വെക്കുക. രോഗമായിട്ടാണ് വരിക. 40-50കൾക്ക് ശേഷം വരുന്ന ഗുരുദശ രോഗം വരും. ശത്രു അല്ലെങ്കിൽ കടം വരുന്ന എപ്പോഴാണ്? 20 വയസ്സുകൾക്കും 40 വയസ്സുകൾക്കും അല്ലെങ്കിൽ 50 വയസ്സുകൾക്കും ഇടയിലാണ് ശത്രുവായിട്ടും കടമായിട്ടും വരിക. 30 വർഷം. അതിനു മുമ്പാണെങ്കിലും ഈ ദശ ഇപ്പൊ വന്നാലും ദോഷം ചെയ്യും. ചെറുപ്പത്തിൽ വന്നാലും കുഞ്ഞു വയസ്സിന് വിദ്യാഭ്യാസം ബ്ലോക്ക് ചെയ്തല്ലേ, മുടങ്ങിപ്പോ, വിദ്യ നടക്കാതെ. അപ്പൊ ഗുരു ഗുണം മാത്രമല്ല, ഇതുപോലെ തന്നെ തുലാലഗ്നത്തിനും വരും. നമുക്കത് പിന്നീട് നോക്കാം. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് ചെയ്യണമെങ്കിൽ ഒരു ബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ശരിയായ രീതിയിൽ തുറന്നത് അവതരിപ്പിക്കാനും പറ്റുള്ളൂ, അത് മനസ്സിലാവാനും ഈസി ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് തുലാത്തിനെ കുറിച്ചും ഗുരുവിനെ കുറിച്ചും ഒക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ നോക്കാം. ഗുരുവിന്റെ ദോഷം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത്, എല്ലാവരും ഗുരുവിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുക, ശുക്രനെ കുറിച്ചും നല്ലത് മാത്രം. അങ്ങനെയല്ല. ഗുരു ശുഭ കാരകത്വങ്ങൾ തരുന്ന ഗ്രഹമാണ്. പക്ഷെ അതേസമയം ദശ വരുമ്പോൾ ആധിപത്യങ്ങൾക്കനുസരിച്ച് ദോഷ ആധിപത്യങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ 6-8 ബന്ധം വന്നാൽ, അതില് രാഹു ബന്ധമോ ശനി ചൊവ്വ പോലുള്ള പാപത്വം ബന്ധമോ അല്ലെങ്കിൽ നീചനായ ചന്ദ്രൻ, അതായത് അമാവാസി ചന്ദ്രന്റെ ബന്ധം, അങ്ങനെ പല ദോഷങ്ങളോടും വരുന്ന ഗുരുവിന് വളരെ മോശമായിട്ട് ആ ദശ വളരെ മോശമായി. എല്ലാവർക്കും ഗുരുദശ എന്ത് ചെയ്യുന്നില്ല? ഗുണം മാത്രം തരുന്നില്ല. പലർക്കും ഗുരുദശ ദോഷമായിട്ടും വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. നമസ്തേ.